വീട്ടിൽ അരിപ്പൊടിയും തേങ്ങയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കുന്ന ഒരു നല്ലൊരു സ്നാക്കാണ്. ആദ്യമായിട്ട് നമ്മളൊരു 3 ഗ്ലാസ് പച്ചരി പൊടിച്ചെടുത്തതാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 മണിക്കൂർ കുതിർത്ത ശേഷം പൊടിച്ച നല്ല ഇനം പച്ചരിയാണ്. അതുപോലെ തന്നെ 3 ഗ്ലാസ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂണോളം ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർക്കേണ്ടി വരും. പിന്നെ നമുക്കൊരു ചൂട് കട്ടിയുള്ളൊരു പാത്രമോ അല്ലെങ്കിൽ ഉരുളിയോ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആദ്യം തന്നെ നമുക്ക് ഉരുളിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 3 ഗ്ലാസ് തേങ്ങ ചിരവിയതുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഉണങ്ങിയ തേങ്ങയൊക്കെ ആണെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ചിരവുമ്പോഴേക്കും ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ, തേങ്ങാക്കൊത്തൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് ചിരവിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് പച്ചരി പൊടിച്ചതാണ്. അപ്പോൾ ഇത് ഞാനൊരു 3 ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും സെയിം ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. 3 ഗ്ലാസ് തേങ്ങയ്ക്ക് 3 ഗ്ലാസ് അരിപ്പൊടി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ചതച്ചതിട്ട് കൊടുക്കാം. പൊടിച്ചതല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചതേ ഉള്ളൂ. ഇതൊരു 1/2 ടീസ്പൂണോളം ഉണ്ടാവും. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം അല്ലെങ്കിൽ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കില്ല, അതായത് വെള്ളമൊന്നും നനച്ചു കൊടുക്കുക പോലും ഇല്ല. നല്ലതായിട്ട് നമ്മൾ തിരുമ്മി ആ തേങ്ങയിൽ തേങ്ങാപ്പാലൊക്കെ ഇറങ്ങിയിട്ട് നല്ലപോലെ ഒന്ന് നമ്മുടെ അരിപ്പൊടി നനച്ചെടുക്കണം. ഈ അരിപ്പൊടി മുഴുവൻ നനയേണ്ടത് ഈ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു നനവ് കൊണ്ടായിരിക്കണം, അതായത് തേങ്ങയുടെ നനവ് കൊണ്ടായിരിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ തേങ്ങയും അരിപ്പൊടിയും കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തു. ഇനി നമ്മൾ ഇതുപോലെ കയ്യിലൊന്ന് പിടിച്ച് നോക്കുമ്പോൾ ഒരു ഉണ്ട പോലെ ഇങ്ങനെ വരണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ആവശ്യത്തിനുള്ളൊരു നനവെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി ഒരു 15 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതൊന്നും കൂടി നന്നായിട്ട് എടുത്തൊന്നും കൂടി ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നല്ലപോലെ മിക്സ് ആവും. എന്നിട്ട് നമുക്കിത് സ്റ്റൗവിൽ വയ്ക്കാം. അപ്പോൾ ഒരു ഉരുളിയിലോ അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലോ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം. അടിയിലൊന്നും പിടിക്കാതെ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ വെള്ള കളറൊന്ന് മാറിയിട്ട് കളർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ നമുക്ക് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പണ്ടൊക്കെ ഇത് വീടുകളിലൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ ചെറുതായിരുന്ന സമയത്ത് വീട്ടിലെ അമ്മമാരൊക്കെ ഇത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് വിശക്കുമ്പോൾ എടുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ പണ്ടത്തെ വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കി വെക്കുമായിരുന്നു. ഇപ്പം നമ്മളങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ കുറച്ച് ടൈം വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ ബുദ്ധിമുട്ട്. അപ്പോൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ആറിയ ശേഷം ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാണ്ടിരിക്കും. ഇപ്പോൾ വെള്ള കളറൊക്കെ മാറി നല്ലൊരു കളറായിട്ടുണ്ട്. പിന്നെ ഇത് റെഡി ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരു ചരൽ പോലെ ഒരു നല്ലൊരു സൗണ്ട് വരും.
അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അവലോസ് പൊടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ആറണം, എന്നിട്ട് മാത്രമേ നമുക്ക് കുപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പഞ്ചസാരയും പഴവും കൂട്ടി കഴിക്കാം. അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുന്നവർക്ക് കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.